ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. ഇന്ന് ഞാൻ വിൻ്റർ നൈറ്റ് മാർക്കറ്റിൽ പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുക. ഇത് മെൽബണിലെ എല്ലാ വിൻ്റർ സീസണിലും മാത്രം ഉണ്ടാവുന്ന ഒരു നൈറ്റ് മാർക്കറ്റാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. സോ കം ഓൺ, ജോയിൻ വിത്ത് മീ. ഹലോ, ഞാനിവിടെ നൈറ്റ് ആയിട്ടില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 5:15 ഞാനിങ്ങനെ ഇവിടെ ഇരുട്ടിക്കോടെ ഇങ്ങനെ നടന്ന് പോവാണ് ട്രാം സ്റ്റോപ്പിലോട്ട്. സത്യം പറഞ്ഞാൽ ഒറ്റയ്ക്കല്ല, എൻ്റെ വേറെ ഫ്രണ്ടും കൂടി ഉണ്ട്. അവൾ അവിടെ നിന്ന് ജോയിൻ ചെയ്യും. ഞാൻ ഇപ്പോൾ ഇവിടെ മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ കുടയൊക്കെ പിടിച്ച് ഇങ്ങനെ നടക്കുന്നു. സത്യം പറഞ്ഞാൽ ഇങ്ങനെ വ്ളോഗ് ചെയ്തുകൊണ്ടൊക്കെ നടക്കാൻ രസമുണ്ട്. ഞാൻ കുറേ വട്ടമായി വീഡിയോ എടുക്കാൻ നോക്കുന്നു. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കറക്റ്റ് ഇവിടെ നിന്ന് അങ്ങോട്ട് വീഡിയോ ഒക്കെ എടുക്കുന്നത്, ഇവിടെ നിന്ന് ഇങ്ങനെ വെട്ടി അങ്ങനെയൊക്കെ ഞാൻ വീഡിയോ എടുക്കുന്നത്. എനിക്കെന്നാ അറിയില്ല ഞാൻ എങ്ങനെ വീഡിയോ എടുക്കുന്നതെന്ന്. എന്തായാലും ആദ്യമായിട്ടല്ല അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുക. ഇവിടെ ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത്ര കൂളായിട്ട് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നടക്കുന്നത്. ആൾക്കാരുള്ള സ്ഥലത്ത് എന്താവും എനിക്കറിയില്ല. ഇപ്പം ഞാൻ ഇവിടെ ഹൈവേയിലെത്തി. ഇനി നമുക്ക് ട്രാമിൽ കയറണമെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു ഇത് കാണാറുണ്ട്. അവിടം വരെ നമ്മൾ എത്തണം നടന്ന്. സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ നിന്ന് ട്രാം സ്റ്റോപ്പിലോട്ട് ഓൾമോസ്റ്റ് ഒരു 10-11 മിനിറ്റ്സ് നടക്കാനുണ്ട്. മൺഡേ ടു തേഴ്സ്ഡേ എടുക്കാം. അതിൽ നമ്മളിപ്പോൾ ടൈം വരുന്നത് 6 എന്തോ ആയി. അപ്പോൾ കണ്ടോ 6:09 അടുത്ത ട്രാം. അപ്പോൾ നമ്മൾ 6:09 വരെ വയ്ക്കാം. ഇവിടെ നിന്ന് നമ്മുടെ സ്റ്റോപ്പിലോട്ട് ഏകദേശം ഒരു 1 hour ഉണ്ട് നമുക്ക് പോകേണ്ട സ്ഥലത്തോട്ട്. അപ്പോൾ എന്താ പറയുക, ഈ ട്രാം ഇറങ്ങിയിട്ട് വേറെ ട്രാം കയറണം. അപ്പോൾ ടോട്ടൽ ട്രാവൽ 1 hour ഉണ്ട്. ഒരു ഹാഫ് ആൻ അവർ വരെ ട്രാം നമുക്ക് ഇറങ്ങണം. ഇപ്പത്തോട്ട് മാറി ഇങ്ങനെ ഇത് കാണിക്കുന്നുണ്ട് മുകളിൽ. സ്റ്റോപ്പ് കണ്ടോ, ഇതുപോലെ നമുക്ക് സ്റ്റോപ്പ് 4 വരെ എഴുതിയിരിക്കും. സ്റ്റോപ്പ് 4-ലാണ് ഇവിടെ ഇറങ്ങുന്നത്. സ്റ്റോപ്പ് 4-ലാണ് നമുക്ക് ഇറങ്ങേണ്ടത്. ഇവിടെ ഓസ്ട്രേലിയയിൽ ഡിസംബർ എന്ന് പറഞ്ഞ സമ്മർ സീസണാണ്. സോ സമ്മറിൽ ആണ് ക്രിസ്മസ് ഒക്കെ വരുന്നത്. ബട്ട് മോസ്റ്റ്ലി എല്ലാ കൺട്രീസിലും ആ ടൈമിൽ വിൻ്റർ ആണല്ലോ. സോ ഇവിടെ വിൻ്റർ സീസൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് പല ഷോപ്സിലും നോക്കിയാൽ ക്രിസ്മസ് ഡെക്കോർ ഐറ്റംസ് ഒക്കെ കാണാം. ഞാൻ എൻ്റെ ഫ്രണ്ടിന് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അവളുടെ ട്രാം എത്തിയെന്ന് തോന്നുന്നു. ഇപ്പോൾ അവൾ ഇറങ്ങി വരുമെന്ന് വിചാരിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ നൈറ്റ് വിൻ്റർ മാർക്കറ്റ്. ഇവിടെ നല്ല ക്രൗഡഡ് ആയിരുന്നു. ഇവിടെ എല്ലാ സ്ഥലത്തും സ്നോഫോളും ഒന്നുമില്ല. സോ ഇതിൻ്റെ അകത്ത് ആ വിൻ്റർ ഫീൽ കിട്ടാൻ വേണ്ടി അവർ ആർട്ടിഫിഷ്യലി ഒരു മെഷീൻ കൊണ്ട് സ്നോ ഉണ്ടാക്കുമായിരുന്നു. അത് കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു.
ഇതിൻ്റെ അകത്ത് കുറേ സ്റ്റോൾസ് ഉണ്ടായിരുന്നു. ഫസ്റ്റ്ലി കയറിയപ്പോൾ തന്നെ ടോട്ട് ബാഗ്സ് ആൻഡ് ഡ്രസ്സസിൻ്റെ സ്റ്റോൾസ് ആയിരുന്നു. പിന്നെ ഇതിൻ്റെ അകത്ത് ഫുഡ് സ്റ്റോൾസാണ് കൂടുതലുള്ളത്. പല കൺട്രീസിൽ നിന്നുള്ള സ്റ്റോൾസ് ഇവിടെ ഉണ്ടായിരുന്നു. നമ്മളെല്ലാം ഒന്നും ട്രൈ ചെയ്യാൻ നിന്നില്ല, കാരണം പല പല കൺട്രീസിൽ നിന്നുള്ള ഫുഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാത്തിൻ്റെയും ടേസ്റ്റ് അത്രയ്ക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ ചിലതൊക്കെ ചൂസ് ചെയ്തിട്ട് അങ്ങനെയൊക്കെയാണ് ടേസ്റ്റ് ചെയ്തത്. ഇതൊരു ശ്രീലങ്കൻ സ്റ്റോളായിരുന്നു. അവിടെ ഭയങ്കര വെറൈറ്റി ആയിട്ടാണ് ഇവർ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നത്. നമ്മുടെ നാട്ടിലത്തെ കൊത്തുപൊറോട്ട പോലത്തെ ഒരു ഫുഡായിരുന്നു ഇവർ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നത്. പിന്നെ നമ്മളൊരു മൾഡ് വൈൻ്റെ സ്റ്റോൾ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന്. ഇതൊരു ട്രഡീഷണൽ ഡ്രിങ്കാണ് ഡ്യൂറിങ് വിൻ്റർ ടൈം. ബേസിക്കലി നമ്മുടെ വൈനിൽ സ്പൈസസും റേസൻസും ഒക്കെ ആഡ് ചെയ്ത് ഹോട്ടായിട്ടാണ് ഇതിവർ സെർവ് ചെയ്യുക. പിന്നെ ഈ കൊത്തു പൊറോട്ടയും ഈ മൾഡ് വൈനും ഒക്കെ ഞങ്ങൾക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടായിരുന്നു. ഈ കൊത്തു പൊറോട്ട നല്ല ഹെവി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ വിചാരിച്ചു ഇനി വല്ല സ്വീറ്റും കൂടിയും കഴിച്ച് നിർത്താമെന്ന്. അപ്പോൾ ഞങ്ങൾ പിന്നെ പോയതൊരു ഗ്രീക്ക് ഡോണറ്റിൻ്റെ സ്റ്റോളിലായിരുന്നു. ഇവിടെ ഡോണറ്റ് നമ്മുടെ പോലെ നടുവിൽ ഹോൾ വെച്ചിട്ടല്ല ഉണ്ടാക്കുന്നത്, വെറുതെ ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ അവർ ഉണ്ടാക്കിയിടുക. അതിൽ ഞങ്ങൾ ചൂസ് ചെയ്ത ഫ്ലേവർ എന്ന് പറയുന്നത് ന്യൂട്ടെല്ല ആൻഡ് പിസ്താഷ്യോ ഫ്ലേവറായിരുന്നു. നമ്മൾ എന്ത് ഫ്ലേവറാണോ പറയുന്നത് അതവർ പ്രിപ്പയർ ചെയ്ത് നമുക്ക് തരും. നമുക്ക് ഇന്ന് ടേസ്റ്റ് ചെയ്ത എല്ലാ ഫുഡും ഇഷ്ടമായി. ബട്ട് മൾഡ് വൈൻ ഓരോരുത്തരുടെ ടേസ്റ്റ് പ്രിഫറൻസ് ബേസ് ചെയ്തിരിക്കുന്നു എനിക്ക് തോന്നുന്നു. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഓൾ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.